സ്മൃതി പരുത്തിക്കാട്. ക്യാമ്പസിനകത്തെ ബാനറുകൾ നീക്കാൻ പോലീസിന് സാധിക്കില്ല, അത് ഗവർണർക്ക് മനസ്സിലാകുന്നില്ലേ എന്നുള്ളതാണ് SFIയുടെയും ചോദ്യം. ഈ വിഷയം തന്നെ ചർച്ചയ്ക്കെടുക്കുകയാണ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJPയിൽ നിന്നും, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അല്പം മുമ്പ് ഗവർണർ പോലീസിനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കൂടി നോക്കാം. I will not. Who has given you instructions to display them there? You go there and you remove it. No one will remove it. So you go up there. You go up there. You have made a mockery of the law and order. No, sir, it's not like that. I have told the DIG also, you have made a mockery. Not like that. If not now, 3-4 months, you will have to reply. If not now, this Chief Minister is not going to remain forever. Not like that, sir. How come this is here? I will remove it. I am asking you, if Chief Minister is staying here, you will allow this? Remove it. No, let the... You are saying Remove it. that you have asked the Vice Chancellor. Remove it. അരുൺകുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരുടെ വെല്ലുവിളിയാണ് വിജയിക്കുക? അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ചാൻസലർ ഈ സർവകലാശാലയിൽ വന്ന് താമസിക്കുന്നത് ഏതെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അവിടെ എത്തി. ഇന്ന് ഏതോ വ്യക്തിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ, നാളെ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് ഈ ശനി ഞായർ അവധി ദിവസം സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുകയും ആ സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ അഴിച്ചുമാറ്റാൻ പോലീസിനോട് ആക്രോശിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവർണർ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളമാണ് എന്ന് തന്നെയാണ്. കാരണം ഇദ്ദേഹം ഗവർണർ എന്ന രൂപത്തിലല്ല, ചാൻസലർ എന്ന രൂപത്തിൽ ഈ ചാൻസലർ പദവി അദ്ദേഹം തുടരേണ്ടതില്ല എന്ന് കേരളത്തിൻ്റെ നിയമസഭ തീരുമാനിക്കുകയും നിയമസഭ അയച്ച ബില്ല്, പാസാക്കിയ ബില്ല് മാസങ്ങൾ അതിനുമേൽ അടയിരിക്കുകയും അവസാനം സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം വന്നപ്പോൾ അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. അത് കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ BJPക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വലിയ സാഹചര്യം ഒരുക്കുക എന്നതാണ്. 2019 അദ്ദേഹം ഇവിടെ വരുമ്പോൾ BJPക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പായി. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വളരെ സന്തോഷത്തോടെ പറഞ്ഞു, 30 സീറ്റ് ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ 30 സീറ്റ് ഉണ്ടെങ്കിൽ ഭരണത്തിലെത്തും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ഗവർണറുടെ ഒരു വലിയ പിന്തുണയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം വന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു ഗവർണർക്ക് കൊടുക്കുന്ന അധികാരം കൃത്യമായി നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. അത് ആർട്ടിക്കിൾ 200 പ്രകാരം, വേണ്ടി വന്ന ആർട്ടിക്കിൾ 356 പ്രകാരം. ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ, അത് ഗവർണർ എന്ന രൂപത്തിലാണ്. അപ്പോൾ ഗവർണർ എന്ന രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഇല്ല. സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കൃത്യമായി അതിൽ വിധി പറയുന്ന സാഹചര്യം എത്തിയപ്പോൾ അദ്ദേഹം തന്നെ ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു. അദ്ദേഹം അതിൻ്റെ ചുമതല നിർവഹിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ കേസ് അമെൻഡ് ചെയ്ത് ഫയൽ ചെയ്യാൻ കേരള ഗവൺമെന്റിന് അനുവാദം കൊടുക്കുകയും അത് അമെൻഡ് ചെയ്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ജനുവരി മാസത്തിൽ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ ഗവർണർ എന്ന അസ്തിത്വത്തിൽ ഉള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചാൻസലർ എന്ന രൂപത്തിലാണ്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18 സെനറ്റ് മെമ്പർമാരെയാണ് നോമിനേറ്റ് ചെയ്യാൻ ഉള്ള അധികാരം. അതിൽ വൈസ് ചാൻസലർ കൃത്യമായിട്ട് ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റ് കൃത്യമായി ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ച് ആർട്സും സ്പോർട്സും എല്ലാം തരം തിരിച്ച് അക്കാഡമിക് മികവുള്ള കുട്ടികളുടെയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെയും എല്ലാം അതാത് വിഭാഗവുമായി കൺസൾട്ടേഷൻ നടത്തിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് കൊടുത്തത്. അതിൽ 18ൽ 16 പേരുടെ പേര് വെട്ടിമാറ്റി അദ്ദേഹം സ്വന്തം ഇഷ്ടം ഉള്ള 16 പേരെ തിരികെ കയറ്റിയാണ്. അതിൽ 9 RSSകാരും 7 കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരുമാണ്. എങ്ങനെയാണ് ഗവർണർക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് എന്ന് പൊതുസമൂഹം കഴിഞ്ഞ 3-4 ദിവസമായി ചോദിക്കുന്നുണ്ട്. ഒരു മറുപടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എവിടെ നിന്നോ കിട്ടിയ, എങ്ങനെയോ തയ്യാറാക്കിയ ലിസ്റ്റ് ഏകപക്ഷികമായി മെറിറ്റ് ഇല്ലാത്തവരെ തിരികെ കയറ്റി സെനറ്റ്, പിന്നെ സിൻഡിക്കേറ്റ്, പിന്നെ വൈസ് ചാൻസലർ, അത്തരത്തിൽ തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന തരത്തിൽ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് നടപ്പാക്കുന്ന തരത്തിൽ ഇവിടെ ചാൻസലർ മാറുമ്പോൾ അതിനെതിരെ
പ്രതിഷേധം ഉയരുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ സർവകലാശാലകളെ നശിപ്പിക്കാനും കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി തകർക്കാനുമുള്ള നീക്കത്തിനെതിരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ തകർക്കാനാണ് ഇന്നലെ മുതൽ ചാൻസലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിച്ചു. ഇസഡ് കാറ്റഗറിയുള്ള ആൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക, അവരെ വെല്ലുവിളിക്കുക, ഉപയോഗിക്കാൻ ഏറ്റവും മടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് രംഗത്തേക്ക് വരുമ്പോൾ SFIയും അതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കും. ഒരു ബാനർ മാറ്റിയാൽ 100 കണക്കിന് ബാനറുകൾ അവിടെ വരും. അതേപോലെ തന്നെ ജനാധിപത്യ നിഷേധം നടത്തിക്കഴിഞ്ഞാൽ അതിശക്തമായി ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ പ്രതിഷേധിക്കും. ഗവർണർ ഉദ്ദേശിക്കുന്ന ഒരു കലാപകലുഷിതമായ അന്തരീക്ഷമാണ്. എങ്ങനെയെങ്കിലും 356 ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റുമോ എന്നതാണ് ദീർഘമായിട്ടുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങൾ വഴിപ്പെടില്ല, മറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭമായി SFI മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യപരമല്ലാത്ത ഒരു കാര്യം കൂടി ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ആർഷോ പറയുകയുണ്ടായി. അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ഈ ഗവർണർ എന്താണ് ഇങ്ങനെ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണോ? അല്ല, ഗവർണർമാര് അവരുടേതായ അധികാരങ്ങൾ ഉപയോഗിക്കും, സംസ്ഥാന സർക്കാരുകൾ അതിനെതിരെ പ്രതികരിക്കും. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഭാര്യമാരെയും മരുമക്കളെയും ഒക്കെ വൈസ് ചാൻസലർമാരാക്കാനും കോളേജ് അധ്യാപികമാരാക്കാനും ഒക്കെയുള്ള തത്രപ്പാട് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയല്ലേ ഈ ബന്ധം വഷളായത്. ഈ ഗവർണർ ഇവരും തമ്മിലുള്ള അതെ, അത് എന്നിട്ട് കോടതി അതെ നിർബന്ധിച്ച് കണ്ണൂരാണ്, എൻ്റെ നാടാണ്, പ്ലീസ് ഒപ്പിടണം എന്നൊരു മുഖ്യമന്ത്രി പോയി പറയുക. എന്നിട്ട് കോടതി അത് ചുരുട്ടിക്കൂട്ടി കൊട്ടയിലെറിയുക. അതെ, ഈ പോയിട്ട് കാലും കൈ പിടിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ ഗവർണർ അയാളുടെ ഒരു മര്യാദ, ഒരു ദയ കാണിച്ചു. പറഞ്ഞതാണല്ലോ ശ്രീ പത്മനാഭൻ, ഇപ്പോൾ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഭാര്യമാർക്ക് അല്ല, SFI പ്രവർത്തകരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് മാത്രം വിളിക്കുക. ഇന്നും അദ്ദേഹം അതേ പ്രയോഗമാണ് നടത്തിയത്. കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്ക് അറിയാമെന്ന് പറയുക. എന്താണ് ഇത്രത്തോളം രോഷപ്രകടനം കാണിക്കേണ്ട കാര്യം? ഇന്നിപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വന്ന് താമസിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഗവർണർക്കുള്ളത്? SFI പ്രവർത്തകരെ, കുട്ടികളെയാണ്, ഇവരെ വെല്ലുവിളിച്ചിട്ട് ഈ ഗവർണർ എന്ത് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്? അല്ല, വാചകങ്ങളൊക്കെ ആരും നല്ല വാക്കുകളൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഗവർണർ ഉപയോഗിച്ച വാക്കും മോശമാണ്, മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കും മോശമാണ്. പിന്നെ മുഖ്യമന്ത്രി നികൃഷ്ടജീവി, പരനാറി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യം പറയൂ. എല്ലാവരുടെ വാക്കും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും മോശം വാക്കുകൾ. ഞാൻ പറയട്ടെ നിങ്ങൾ എന്റെ ഞാൻ പറയട്ടെ. വാട്ട് ഈസ് ദിസ്? ഞാൻ പറയട്ടെ, എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുള്ളൂ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുള്ളൂ. ശ്രീ പത്മനാഭൻ, ഷൗട്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറയാൻ നിങ്ങളുടെ സൗകര്യത്തിലുള്ള ഉത്തരം എന്റെ അടുത്ത് കിട്ടൂല. നിങ്ങളുടെ സൗകര്യത്തിലുള്ള ഉത്തരം എനിക്ക് ഞാൻ പറയട്ടെ. ബഹളം വെക്കല്ല. ബഹളം വെക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞില്ലേ എല്ലാവരും ഉപയോഗിച്ച വാക്ക് മോശാന്ന്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഉപയോഗിച്ച വാക്ക് മോശാന്ന്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ അതല്ലേ പറഞ്ഞത്. നല്ല വാക്കുകളല്ല ആരും ഉപയോഗിക്കുന്നത്. പിന്നെന്താ അങ്ങനെ? എനിക്ക് ഇയാൾ ഉപയോഗിച്ച വാക്ക് നല്ലതും അയാൾ ഉപയോഗിച്ച വാക്ക് മോശമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുറച്ചുകൂടി വ്യക്തത തരൂ. ആരും നല്ല വാക്കല്ല ഉപയോഗിക്കുന്നത്. ശ്രീ പത്മനാഭൻ, അങ്ങനെയെങ്കിൽ വ്യക്തത തരൂ. ഗവർണർ ഉപയോഗിച്ച വാക്കും നല്ല വാക്കല്ല. എന്തിനാന്ന് എവറിബഡി മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞുതരാം. മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാക്ക് നല്ലതല്ല, പിന്നെ SFIക്കാർ ഉപയോഗിക്കുന്ന വാക്ക് നല്ലതല്ല. അതിനെ പ്രതികരിച്ച് ഗവർണർ ഉപയോഗിക്കുന്ന വാക്കും നല്ല വാക്കുകളല്ല. എന്താണ്? എനിക്കെന്താ ഗവർണർ ന്യായീകരിക്കേണ്ട ആവശ്യം? എനിക്കെന്തിനാ? എനിക്കായിട്ട് പേടിയൊന്നുമില്ല. ഞാനെന്താ ഇവരാരെ ചെലവില്ല, ഞാൻ ഗവർണറെ ചെലവില്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ ചെലവില്ല, ഞാൻ SFIക്കാരുടെ ചെലവില്ല, ഞാൻ BJPയുടെ പ്രതിനിധിയാണ്. ഇവരെ എല്ലാവരും നല്ല വാക്ക് ഉപയോഗിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം ഇതാണ്. ഇവരാരും നല്ല കമ്പനിയൊന്നും അല്ല. ഭാര്യമാരെ ജോലി കയറ്റിയ ആൾക്കാരല്ലേ ഇവർ. എന്നിട്ട് കോടതി എടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? ഇവരെന്താ വലിയ മാന്യന്മാരാ? ഇവരിപ്പോൾ ABVPക്കാരെ കെട്ടിയോളെ കയറ്റിയത് എന്തിനായിരുന്നു? നിയമം ലംഘിച്ച് കെട്ടിയോളെ കയറ്റിയിട്ട് പുറത്താക്കിയില്ലേ? സ്പീക്കറെ കെട്ടിയോളെ പുറത്താക്കിയില്ലേ? KK രാഗേഷിനെ കെട്ടിയോളെ പുറത്താക്കിയില്ലേ? അത് ശരി. ഭാര്യ എന്താ പറയാ, ഭാര്യ നിയമന കേന്ദ്ര സർവകലാശാല ഹൈക്കോടതി ഒഴിവാക്കിയില്ല. KK രാഗേഷിന്റെ ഭാര്യ ജോലി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. താങ്കൾ എന്താ പറയുന്നത്? പുറത്താക്കി. രണ്ടാമത്
അതെ 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 അതിപ്പോഴും സുപ്രീം കോടതി ഒരു അല്ലേ? പുറത്താക്കിയിട്ടില്ല. ആദ്യം നല്ല അത് വാക്കുകൾ സൈഡ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ എന്തിനാ ശ്രീ പോയത്? പത്മനാഭൻ നമുക്ക് കൂടി ചർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകൾ ഉപയോഗിച്ചാൽ നന്നായിരുന്നു. കെട്ടിയോളൂ കെട്ടിയോളൂ അതെ എന്നൊന്നും പറയണ്ട. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ ബഹളത്തിൽ ആരും നല്ല 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 നിലയിലല്ല, ആരും മര്യാദ പാലിക്കുന്നില്ല. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ആരും നല്ല വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ലേന്ന്. എല്ലാവരും ഗവർണർ വളരെ ഡീസൻറ്റും SFIക്കാർ വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? ഇവരാരും നല്ല വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. ശരി ശ്രീ പത്മനാഭൻ, ഇങ്ങനെയല്ല അതിലപ്പുറത്തേക്ക് വരൂ, ചെയ്യേണ്ടത്. അതിലപ്പുറത്തേക്ക് വരൂ, ഇങ്ങനെയൊന്നും വിഷയത്തിലേക്ക് അല്ല വരൂ, കാര്യങ്ങൾ. പക്വതയോടുകൂടി ചെയ്യണം. വിഷയത്തിലേക്ക് വരൂ. എന്തുകൊണ്ടാണ് SFI എന്താ? പ്രതിഷേധിക്കുന്നത്? ആ. എന്തുകൊണ്ടാണ് ചാൻസലർക്കെതിരെ SFI പ്രതിഷേധിക്കുന്നത്? അതെ. അല്ല അതൊക്കെ ഞാൻ പറയട്ടെ, പ്രതിഷേധിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്, എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. ഇന്ത്യ രാജ്യത്ത് സമരം ചെയ്യാത്ത പാർട്ടികൾ ഏതാണുള്ളത്? ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. എന്താ SFIക്കാർ മാത്രം സമരം ചെയ്യുന്നത്? ഇന്ത്യ രാജ്യം മുഴുവൻ സമരം നടക്കുന്നുണ്ട്. സമരങ്ങൾക്കൊക്കെ ഒരു മര്യാദയുണ്ട്. ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ സമരം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട വാക്കുകൾ സമരത്തിന് പോയി ജീവിതം കളയരുതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതാണ് അതിൻ്റെ ശരി. ഇത് എല്ലാവർക്കും ബാധക. നിങ്ങൾ ആരെ പേടിപ്പിക്കാനല്ല സമരം ചെയ്യുന്നത്, അതിനാണോ? പേടിപ്പിക്കാനാണോ സമരം ചെയ്യുന്നത്? ശ്രീ പത്മനാഭൻ, ഇന്നിപ്പോൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറാണ്. പോലീസിനെ വിരട്ടാൻ നോക്കുന്നു, SFIയെ വിരട്ടാൻ നോക്കുന്നു. താങ്കൾ കണ്ടില്ലേ? താങ്കൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരണോ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കണ്ണൊന്നും കണ്ണുപൊട്ടനാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഗവർണറെ എന്ന പോസ്റ്റിനും ചാൻസലർ എന്ന പോസ്റ്റിനും അംഗീകരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക. മോശപ്പെട്ട ബാനർ വെക്കരുത്. എന്തിനാ അങ്ങനത്തെ മോശപ്പെട്ട ബാനർ വെക്കുന്നത്? ഇതെന്താണ്? നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാം, ഗവർണർ നീതി പാലിക്കുക എന്ന് പറയാം, ചാൻസലർ നീതി പാലിക്കുക എന്ന് പറയാം. അതൊക്കെ അല്ലേ എൻ്റെ മര്യാദ. ആ ബാനറിന് മുൻപ് വിളിച്ച നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ബാനറിന് മുൻപ് വിളിച്ച വിളിയോ? നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഒരാളെ ഇല്ലല്ല, നിങ്ങൾ എടുക്കേണ്ട നിലപാട് രണ്ട് കൂട്ടരെടുത്തു തെറ്റുണ്ട്, തെറ്റുണ്ട് എന്നുള്ള നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഗവർണർ കണ്ടിട്ടില്ലേ? പക്വതയുള്ള ഒരു താങ്കൾ ഈ പറയുന്ന ABVP പ്രവർത്തകർ താങ്കൾ അതല്ലേ? അവര് വിളിച്ചതൊക്കെ നല്ല വാക്കാണോ? എന്താണ് അവര് വിളിച്ചതൊക്കെ നല്ല വാക്കാണോ? ഞാൻ ചോദിക്കുന്നത് ക്രിമിനൽസ് എന്ന് എങ്ങനെയാണ് SFI പ്രവർത്തകരെ ക്രിമിനൽസ്? നിങ്ങളൊരു പക്വതയുള്ള മാധ്യമ പ്രവർത്തകർ നിലയിൽ രണ്ട് കൂട്ടരെയും ഈ വിഷയത്തിൽ വിമർശിക്കാൻ തയ്യാറാണ്. അത് ഞാൻ ചോദിക്കും. ശ്രീ പത്മനാഭൻ, എനിക്ക് SFIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിനോട് ചോദിക്കും. ശ്രീ പത്മനാഭൻ, BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പറയൂ. ബിജെപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പറയൂ. മാധ്യമ പ്രവർത്തകയായ താങ്കൾ എന്തിനാ പക്ഷം പിടിക്കുന്നത്? എന്തിനാ വിളിച്ചത് ഗവർണറെ? ഞാൻ വിളിച്ചോ? ആര് വിളിച്ചു? നിങ്ങൾ അംഗീകരിക്കുന്നോ? വിളിച്ചത് അംഗീകരിക്കുന്നില്ല. SFIക്കാര് അങ്ങനെ വിളിക്കുന്നതിന് ആരംഗീകരിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അതാ പറയുന്നത്. രണ്ടു കൂട്ടരും ഞാൻ തുടക്കം മുതലേ പറയുന്ന എന്താണ്, ബോത്ത് പാർട്ടീസ് ആർ യൂസിങ് ബാഡ് ലാംഗ്വേജ്. അതാണ് എൻ്റെ പക്വമായ രീതിയിൽ പെരുമാറുക നമ്മളൊക്കെ. അതാണ് പറയുന്നത്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ എന്തിനാ പക്ഷം പിടിക്കുന്നത്? ഞാൻ പക്ഷം പിടിക്കുന്നില്ലല്ലോ. ശ്രീ പത്മനാഭൻ, ഒന്ന് കേൾക്കൂ. നമ്മൾ ഒരുപാട് ഗവർണർമാരെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞു. കണ്ടിട്ടുണ്ട്. കേരളം ഏതായാലും കണ്ട ഗവർണർമാരിൽ ഏതായാലും ഈ തരത്തിലൊരു ഗവർണറെ ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിന് പുറത്ത് ഇതേപോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ഗവർണർമാർക്ക് അടുത്ത ഘട്ടത്തിൽ അടുത്ത പദവി ലഭിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ ഇവിടെ പ്രവർത്തിക്കുന്നു, ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് സംശയിക്കുന്നുണ്ട്. അതിനുള്ള വിമർശനവും പരിഹാസവും ഒക്കെ ഉണ്ടാകും. പക്ഷേ തിരിച്ച് ക്രിമിനൽസ് എന്ന വാക്കിനോളം മോശമായൊരു വാക്കാണോ മറ്റേത്? ഗവർണർ എന്തിനാണ് ഇങ്ങനെ തരം താഴുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ത്രാസ് കൊണ്ടൊന്ന് തൂക്കി നോക്കാം. ക്രിമിനൽസ് എന്ന വാക്കാണോ മോശം, കീലേരി അച്ചു എന്നുള്ള വാക്കാണോ മോശം എന്നൊരു ത്രാസ് കൊണ്ടൊന്ന് തൂക്കി നോക്കാം. എന്താണ് ഈ പറയുന്നത്? ബോത്ത് ആർ ബാഡ് വേർഡ്സ്, ബോത്ത് ആർ ബാഡ്, ഷുഡ് നോട്ട് ഹാവ് ബീൻ യൂസ്ഡ് എന്നാണ് എൻ്റെ അഭിപ്രായം.
അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ ഭാഷ ഉപയോഗിച്ച് ശരി, സംസാരിക്കും. മാന്യമായ ഭാഷ. അതാണ് എനിക്ക് എന്തിനായിരുന്നു സമരം? എന്തിനാണ് നിങ്ങള് ഒരാളെ ഗവർണർക്ക് ന്യായീകരിക്കണ്ട. ഇത്ര പ്രകോപനം ഉണ്ടായത് എന്നതിലേക്ക് കൂടി താങ്കൾ കടക്കണം. താങ്കൾ മാത്രം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, നാളെ തുടരാനിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ത് സൂചനയാണ് നൽകുന്നത്? നമുക്ക് ഇതിനു പുറത്ത് പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിഷയം കൂടി നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തെ ദൃശ്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സ്മൃതി, നമ്മൾ അതീവ ഗുരുതരമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ്. കാരണം ഭരണരംഗത്ത് ഭരണത്തലവനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം വളർന്ന് നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷത്തെ വളരെ മോശപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണരംഗത്തൊരു മുഖ്യമന്ത്രി ദുർബലനാണെന്ന് തോന്നുന്നൊരു ഘട്ടം വരുമ്പോൾ കൂടെയുള്ള ഗൺമാന്മാരടക്കം ഭരിക്കാൻ തുടങ്ങുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് ഗവർണർ ഭരിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് ഗൺമാന്മാർ ക്രമസമാധാന ചുമതലയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇവിടെ പോലീസിൻ്റെ തലപ്പത്തുള്ള സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകാനായിട്ട് പാർട്ടിയിലെ യുവജന വിഭാഗങ്ങൾക്ക് പോലീസ് വളരെ സ്വതന്ത്രമായി വിഹരിക്കാൻ അവസരമുണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കാണുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ തലവനാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ഒരു ബാനർ അഴിക്കാൻ പറയുന്നതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ബാനർ ഉയർത്താൻ ആർക്കും അധികാരമുണ്ട്. പക്ഷേ ഇത്തരം ബാനറുകളൊന്നും ഈ നാട്ടിൽ ഉയർന്നുകൂടാ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ആ മുഖ്യമന്ത്രിയുടെ ഒരു പാരമ്പര്യം നമ്മുടെ ഗവർണർ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇന്നിപ്പോൾ SFI കാണിച്ചത് നോക്കൂ. അവർ ബാനർ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, വേറൊരു വിദ്യാർത്ഥി സംഘടന കെട്ടിയ ബാനർ അഴിച്ചു കൊണ്ടുവന്നിട്ട് അവർ ഭരിക്കുന്ന പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ ബാനർ കത്തിക്കുകയാണ്. എന്നിട്ട് പറയാം ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇതൊരു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ തിണ്ണുമിടുക്കാണ് എന്ന് ചിത്രീകരിക്കപ്പെടില്ലേ? ഇവിടെ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിനീളെ ആക്രമിക്കുന്നില്ലേ? അവർ പോലീസുകാർക്കൊപ്പം നിന്നുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? നേരെ മറിച്ച് പോലീസുകാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ DYFIക്ക് ഈ ധൈര്യം വരുമായിരുന്നോ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഭരണരംഗത്ത് ഒരു മുഖ്യമന്ത്രി ഭരണപരമായി ദുർബലനാകുമ്പോൾ പാർട്ടി നേതൃത്വം ആ രാഷ്ട്രീയ സംവിധാനത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന മേധാവിത്വത്തിലേക്ക് ഉയരാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത്. നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. കാരണം ഇവിടെ ജനങ്ങളെന്നൊരു വിഭാഗം വേറെയുണ്ട്. ആ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ പറയുന്നത്? ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനമല്ല ഇവിടെ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗൺമാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരാളാണ്. ഇവിടെ DGPയും AGP ADGPയും IG-മാരും ഒക്കെ ഉണ്ട്. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടുകയാണ്, ഇന്ന സ്ഥലത്ത് വന്നാൽ കാണിച്ചു തരാമെന്ന്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. എന്തുകൊണ്ട് DGPക്ക് നടപടിയെടുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ADGPക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് IG മിണ്ടുന്നില്ല? എന്തുകൊണ്ട് SP നടപടിയെടുക്കുന്നില്ല? ഇത് കേരളത്തിലാണ് ഈ സംഭവിക്കുന്നത്. 1957 ശേഷം ഇത്രയും ഗുരുതരമായൊരു ക്രമസമാധാന പ്രശ്നം, ഇത്രയും ഗുരുതരമായൊരു ഭരണ മരവിപ്പ് കേരളത്തിൽ ആദ്യമാണ്. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയിട്ട് പോലീസിനെ നിയന്ത്രിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ്. പക്ഷേ ഗവർണർ അധികാരമുള്ള ആളാണ് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം. അത് നോക്കിയിരിക്കാനല്ലേ ഈ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പറ്റുന്നുള്ളൂ. ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറ് തന്നെയാണ്. പക്ഷെ അവർ മനസ്സിലാക്കണമായിരുന്നു, ഭരണം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ഗവർണറുടെ സഹായം ആവശ്യമാണെന്ന് തോന്നണമായിരുന്നു. പാർട്ടി താല്പര്യങ്ങളല്ല അവിടെ നോക്കേണ്ടത്. അവിടെ പാർട്ടി താല്പര്യങ്ങളുടെ കൊടി കുറച്ച് താണു നിന്നാലും കുഴപ്പമില്ല, ജനങ്ങളുടെ കാര്യം ആലോചിക്കണമായിരുന്നു. ഇത് നാളെ എവിടെ എത്തും? ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ പ്രകോപനപരമായി പോകുന്നു, ഗവർണർ മറ്റൊരു ഭാഗത്തൂടെ പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വേറൊരു രീതിയിൽ പോകുന്നു, പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നു. സർവകലാശാലകളിലെ ഭരണം ഇപ്പോൾ ഗവർണർ ഏറ്റെടുത്ത പോലല്ലേ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോലീസിൻ്റെ ഭരണത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞില്ലേ? ഇത് ജനാധിപത്യത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ലജ്ജയില്ലേ? ഇവിടെ മന്ത്രിമാർ, അവിടെ മുഖ്യമന്ത്രിക്ക് പോട്ടെ, മുഖ്യമന്ത്രിയുടെ പാർട്ടിയും വിട്ടുകളാ, മറ്റു മന്ത്രിമാരില്ലേ, അവർക്കിപ്പോൾ ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുകയാണ്. AKG സെൻറ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂൾ ഈ മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. CPI മന്ത്രിമാരടക്കം അത് വിഴുങ്ങിയിടിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതരുത് മുഖ്യമന്ത്രി, ഇങ്ങനെ പാടില്ല. നമ്മളാണ് ഭരിക്കുന്നത്, മുന്നണിയാണ് ഭരിക്കുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കാനുള്ള ഒരു സംവിധാനമല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മറ്റു മന്ത്രിമാർക്ക് പറ്റുന്നില്ല? അഡ്വക്കേറ്റ് അരുൺകുമാർ, ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് മറുപടിയിലേക്ക് വരണം. ഞാൻ എന്ത് ചോദ്യത്തിനാണ് ഉത്തരം പറയാതിരുന്നത്? ചോദിച്ചല്ലോ,
അല്ല, അതായത് ആ. ഞാൻ എന്ത് ആ ചോദ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടിയില്ല. അരുൺകുമാർ ഉണ്ടായിരിക്കും. അതായത് കേരളത്തിലെ അല്ല, സെനറ്റിലേക്ക് ഞാൻ കാലിക്കറ്റ് പറയാം. സർവകലാശാലയുടെ നിങ്ങൾ ഇടയ്ക്ക് കണ്ണൂർ ഇടപെടല്ലേ? സർവകലാശാലയുടെ ഞാൻ പറയട്ടെ. സെനറ്റിലേക്ക് അതാണ് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് പറഞ്ഞത്. ബഹളം ഉണ്ടാക്കരുത്. അരുൺ ഒരു മിനിറ്റ് അദ്ദേഹം അരുൺകുമാർ പൂർത്തിയാക്കട്ടെ. ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സ്മൃതി ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരവെത്തില്ല. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗവർണർ എന്ന ചാൻസലർ പദവി ഗവർണർ തൻ്റെ ചാൻസലർ പദവിയിലേക്ക് കൂടുതൽ അഭിരമിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണക്കാർ ഇവരല്ലേ? അതായത് ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണക്കാർ ഇവരല്ലേ? ഞാൻ പറഞ്ഞത് അരുൺകുമാർ കേട്ടില്ല എന്ന് തോന്നുന്നു. ആ ബാനർ അഴിച്ചു മാറ്റാൻ ഗവർണർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ശരി, ഗവർണർക്ക് അധികാരം എന്ന ചാൻസലർ അടിസ്ഥാന വിഷയം അതിൽ ഉള്ള പ്രതികരണം കൂടി വേണ്ടതുണ്ടല്ലോ. ഈ സെനറ്റിലേക്ക് എങ്ങനെ BJP അംഗങ്ങൾ കടന്നുകൂടുന്നു, അവരെ കുത്തിനിറയ്ക്കാനുള്ള ശ്രമം ഒരു വശത്ത് ഗവർണർ കൃത്യമായി നടപ്പാക്കുന്നു. അതിനെതിരെയാണല്ലോ ഈ പ്രതിഷേധം. അതിന്റെ സ്വഭാവം, അതിൽ വരുന്ന പ്രതികരണങ്ങൾ അതൊക്കെ വിമർശന വിധേയം തന്നെ. പക്ഷെ അടിസ്ഥാനപരമായ വിഷയത്തിൽ എവിടെ പ്രതികരണം എന്നുള്ളതാണ് ചോദ്യം. ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ ജനാധിപത്യ വിരുദ്ധമായ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും, തർക്കമൊന്നും വേണ്ട. പക്ഷേ ജനാധിപത്യ സംവിധാനത്തെ മട്ടിമറിക്കാമെന്ന് തെളിയിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്താണ് ഗവർണർ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറിച്ച് പറയുകയാണ്. ഇന്ന് സ്മൃതി ഉദാഹരണങ്ങൾ കൊണ്ട് സമർത്ഥിക്കാം. ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതായത് കരിങ്കൊടി കാണിക്കുമ്പോൾ, ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുമ്പോൾ മറ്റേ SFI കുട്ടികളെ ഇവിടെയുള്ള ഗവർണറുടെ പെരുമാറ്റം ശരിയല്ല. ഈ മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറുന്നത്? അവിടെയല്ലേ പ്രശ്നം. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കരിങ്കൊടി കാണിച്ചാൽ അവരെ കൈകാര്യം ചെയ്യും. ഗവർണർക്ക് കരിങ്കൊടി കാണിച്ച് SFIക്കാരെ കൈകാര്യം ചെയ്താൽ അത് മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെടില്ല. അരുൺകുമാർ മിണ്ടാതിരിക്കും. താങ്കൾക്ക് അഭിപ്രായം അവസരം വരുമ്പോൾ പറയൂ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ ഒരു മിനിറ്റ് സ്മൃതി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചിട്ട് നമ്മൾ കണ്ടതല്ലേ? ഈ ഗൺമാൻമാർ എന്തുകൊണ്ടാണ് പോലീസിന്റെ അധികാരം ഏറ്റെടുക്കുന്നത്? അതാണ് ചോദ്യം. അപ്പൊ രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്ന്, ഗവർണറുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും തെറ്റാണ് നടക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പറയാൻ അവകാശമില്ല. കാരണം മുഖ്യമന്ത്രിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് ഗവർണർ പിന്തുടരുന്നതാണ് അതിന്റെ ഒരു ഗതികേട്. പോകട്ടെ. അരുൺ ആദ്യം പ്രതികരിക്കേണ്ടത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്നാണ് ആർഷോ ആദ്യം പറഞ്ഞത്. ABVPയുടെ ബാനർ, അവിടെ ഇരുന്ന ABVPയുടെ ബാനർ കത്തിച്ചുകൊണ്ട്, ഗവർണറുടെ ചിത്രം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഞങ്ങളിത് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ചെയ്യാമോ? താങ്കൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും പ്രതിഷേധിക്കുമെന്നാണല്ലോ. രണ്ടാമത്തെ കാര്യം, അപ്പുറത്ത് പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനും നിയമം കയ്യിലെടുത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രോട്ടോകോൾ വിരുദ്ധമായി ഗൺമാൻ പ്രവർത്തിച്ചു, സുരക്ഷാ സേനയിലുള്ള മറ്റൊരു വ്യക്തിയും പ്രവർത്തിച്ചു എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമായതാണ്. അതിന്മേൽ ഒരു നടപടിയും ഇത്ര മണിക്കൂറായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ മറ്റൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു, കടക്കലിലേക്ക് വരൂ കാണിച്ചു തരാമെന്ന്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന രൂപത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട അനുഭാവി കൂടിയായിട്ടുള്ള ശ്രീ N ശ്രീകുമാറിനോട് താങ്കൾ ചോദ്യം ചോദിച്ചു. പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോൾ ചാൻസലർ എന്ന രൂപത്തിൽ ഇവിടെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനായി പങ്കെടുക്കുന്ന ശ്രീ N ശ്രീകുമാറിന്റെ നിലപാട് എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. സർവകലാശാല സെനറ്റിലേക്ക് എവിടെ നിന്നാണ് ലിസ്റ്റ് എന്ന് കിട്ടിയത് എന്ന് പോലും പറയാതെ വൈസ് ചാൻസലർ കൊടുത്ത ലിസ്റ്റ് വെട്ടിമാറ്റി 16 പേരെ തിരികെ കയറ്റിയ ആ സ്വഭാവം, ആ രീതിയോട് ഈ മാധ്യമപ്രവർത്തകൻ പ്രതികരിച്ച് കണ്ടില്ല. 9 BJPക്കാരുടെ RSS നേതാക്കന്മാരുടെ പേരിനൊപ്പം എങ്ങനെ 7 കോൺഗ്രസ്സുകാരുടെ പേര് ഇതേ ചാൻസലർക്ക് കിട്ടി എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരക്ഷരം ഉരിയാടിയില്ല. ഇവർ പേരും കൂടി എവിടെ വെച്ചിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കി ചാൻസലറുടെ കാര്യാലയത്തിൽ എത്തിച്ചത് എന്നതിനെ കുറിച്ചും ആർക്കും അറിയാത്ത സ്ഥിതിയാണ്. ഏതായാലും വായുവിൽ നിന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് ചാൻസലർക്ക് കിട്ടില്ലല്ലോ. അപ്പൊ കൃത്യമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന RSSന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും കൂടി എവിടേക്കോ വെച്ച് നടത്തി BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കി ചാൻസലർക്ക് കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ 18 പേരിൽ 16 പേരുടെ പേര് വെട്ടിമാറ്റി ഏകപക്ഷീയമായി ചാൻസലർ ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റിയത്. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, ഒരു കല്യാണത്തിൽ, സ്വകാര്യ ആവശ്യത്തിന് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനും ഒരു വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും തികച്ചും വ്യക്തിപരമായ കാര്യത്തിന് വരുമ്പോൾ എന്തിനാണ് ഈ ശനി ഞായർ ദിവസങ്ങളിൽ സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കണമെന്ന് ഒരു ചാൻസലർ ആവശ്യപ്പെടുന്നത്? ഒരു ഗവർണർ എന്ന രൂപത്തിലാണ് അദ്ദേഹം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോഴിക്കോടുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉപയോഗിക്കാം. ഒരു സർവകലാശാലയുടെ ഉള്ളിൽ വന്ന് താമസിക്കാൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിനായിരിക്കണം. അപ്പോൾ വ്യക്തിപരമായ കാര്യത്തിന് വന്ന് സർവകലാശാലയ്ക്കുള്ളിൽ താമസിച്ച്, അതും ഇസഡ് കാറ്റഗറി ഉള്ള വ്യക്തി രാത്രികാലങ്ങളിലടക്കം, സന്ധ്യയ്ക്കടക്കം സർവകലാശാലയിൽ തെക്ക് വടക്ക് നടന്ന് അവിടെ ബാനറുണ്ടോ ബോർഡുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുന്ന ഈ ചാൻസലർ, ആ ചാൻസലർ തുടരേണ്ടതില്ല ചാൻസലറായി എന്ന് കേരളത്തിന്റെ നിയമസഭ തീരുമാനിച്ചതാണ്. താങ്കൾ ഇതിൽ ഈ പദവിയിലിരിക്കാൻ അർഹനല്ല, താങ്കൾ അവിടെ നിന്ന് മാറണം എന്നുള്ള ആ ബില്ല് നിയമമാക്കാതെ മാസങ്ങൾ അടയിരുന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ച സാഹചര്യമാണ്. ഈ രണ്ട് വിഷയത്തിലും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ഒരക്ഷരം ഇതുവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. ഈ അനധികൃതമായിട്ടുള്ള ഈ തിരികെക്കയറ്റലിനെതിരെ KSU പ്രതികരിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല, UDF ഒരു ഘടകകക്ഷികളും പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ രണ്ട് വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് SFI നടത്തുന്ന സമരം ജനാധിപത്യപരമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ സമരത്തിന്റെ കാരണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതാണ്, ചാനലുകളിലൂടെ വിശദീകരിച്ചതാണ്. സ്മൃതി അടക്കം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയം അവതരിപ്പിച്ചപ്പോ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കാതെ അവരെ ആക്ഷേപിച്ചത് പൊതുസമൂഹം കണ്ടതാണ്. എന്നിരുന്നാലും വളരെ സമീപനം പാലിച്ച് എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് സമരമുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് SFI. സമരമായി മുന്നോട്ട് പോകും. എത്രയധികം നുണ പ്രചരിപ്പിച്ചാലും SFIയുടെ സമരം ന്യായമായ സമരമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ആ ന്യായമായ സമരത്തിനിടയ്ക്ക് അന്യായമായ ചില കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, SFIയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതൊരു വിഷയം തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് കൂടി മറുപടി. പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടും ഇപ്പോഴും ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ എന്തുകൊണ്ട് നടപടിയില്ല? ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് മൈക്ക് ഓഫ് ചെയ്യുന്നത്? ഇല്ല, മുഖ്യമന്ത്രി തന്നെ ഇന്നലെയും ഇന്നും മറുപടി പറഞ്ഞതാണ്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുക എന്നതാണ് അംഗരക്ഷകരുടെ ചുമതല. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അംഗരക്ഷകർക്ക് ആയുധം കൊടുത്തിരിക്കുന്നത് ശരിക്കും എന്തിനാ, പൂമാല ചുറ്റാനോ അല്ലെങ്കിൽ കാക്കയെ വെടിവെക്കാനല്ലെന്ന് K. സുധാകരന്റെ പ്രസംഗം പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ അത്രത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ന്യായമായി സമരം നടത്തുന്നതിന് ആരും എതിരല്ല. താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ. എന്താണ് പ്രോട്ടോകോൾ? എന്താണ് ഗൺമാന്റെ കയ്യിൽ എന്തായുധമാണ് വേണ്ടത്? ഗൺമാൻ എവിടെയാണ് വേണ്ടത്? ഗൺമാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം വായിച്ചു നോക്കിയാൽ ഗവൺമാനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണോ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള അനുബന്ധ നടപടിക്രമങ്ങളെല്ലാം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമപരമായിട്ട് മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റ് വീട്ടിലേക്ക് മാർച്ച് അരുൺ കേൾക്കൂ. ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പമാണ് വേണ്ടത്. മുഖ്യമന്ത്രിക്കൊപ്പമായിരുന്നില്ല, മറ്റൊരു വാഹനത്തിലായിരുന്നു. ചാടിയിറങ്ങി ആ ലാത്തി കൊണ്ട് ഏതു രൂപത്തിലാണ് KSU പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ? ആ രൂപത്തിലാണോ ഇവർ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ പ്രവർത്തിക്കാനാണോ ഗൺമാന് അധികാരം കൊടുത്തിരിക്കുന്നത്? എന്താണ് പ്രോട്ടോകോൾ എന്നുള്ളത് താങ്കൾക്കറിയാം. ആ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന്മേൽ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുക, അതിനുശേഷം മറ്റൊരു ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുക. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു പ്രോട്ടോകോൾ ഇല്ലേ? ഈ തരത്തിൽ വെല്ലുവിളിക്കാൻ അവർക്ക് അധികാരം ലഭിക്കുന്നുണ്ടോ? ചിലർക്ക് മാത്രം അധികാരം ലഭിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അരുൺ പറയാത്തത്? ഈ മറുപടി അവിടെ നിന്ന് വേണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും വേണമല്ലോ. നിങ്ങളല്ലേ ഭരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടല്ലോ അരുൺ. അല്ല, ഇവിടെ ഏതെങ്കിലും ഒരു പ്രഖ്യാപിതമായിട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു കാലികമായിട്ടുള്ള വിഷയത്തിൽ UDFോ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ KSU സമരം പ്രഖ്യാപിച്ചിട്ടില്ല. എന്തിനാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധം നടത്തുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ടു, ഷൂ എറിയുന്നു, ചെരുപ്പ് എറിയുന്നു, കല്ലെറിയുന്നു. എന്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന് പോലും അവർക്കറിയില്ല. അരുൺ, എന്താണ് മനസ്സിലാകാത്തത്? പ്രതിപക്ഷം ആവർത്തിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന കാര്യമാണ് സാമ്പത്തിക സ്ഥിതി
വല്ലാത്ത അവസ്ഥയിലാണ് കേരളം എന്ന് പറയുന്നു. അതിൽ കേന്ദ്രം പണം നൽകുന്നില്ല, അതൊരു വിഷയം അവിടെയുണ്ട്. അത് നിൽക്കുമ്പോഴും കേന്ദ്രം തരാത്ത, കേന്ദ്ര വിഹിതം ലഭിക്കാത്തതിനെ കുറിച്ച് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്നുള്ള വിമർശനം നിങ്ങൾക്കുണ്ട്. അതും അവിടെ നിൽക്കട്ടെ. ആ വിമർശനം ഉള്ളപ്പോൾ തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ യാത്ര എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യമല്ലേ തുടക്കം മുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ഒരു ധൂർത്താണ് എന്ന അഭിപ്രായം അവർക്കുണ്ട്. അല്ലല്ല, ആ സ്മൃതി, അതൊക്കെ ധൂർത്താണെന്ന മാറി. വിഷയത്തിൽ അതൊക്കെ അവർക്ക് പണ്ട്. സമരം ചെയ്യാനുള്ള അവകാശം ഈ അതൊക്കെ ജനാധിപത്യ ഈ മാർച്ച് സംവിധാനത്തിലുണ്ടായിരുന്നു. തുടങ്ങിയപ്പോ അല്ല, നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് വച്ച സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയം ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി അവതരിപ്പിച്ചത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിനിധി ശ്രീ പ്രതാപനാണ്. ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ ഉന്നയിക്കുന്നതും ഇപ്പൊ ചർച്ച ചെയ്യുന്നതുമായ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തകർക്കുന്നു എന്നുള്ളത് അടിയന്തര പ്രമേയമായി ഈ ലോകസഭയിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. അതുപോലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം പല രൂപത്തിൽ ഉപദ്രവിക്കുകയാണ്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മല്ലികാർജുൻ ഖാർഗെക്ക് വരെ മനസ്സിലായി. അതായത് യൂത്ത് കോൺഗ്രസും KSUവും പലതരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ പല MP മാർക്കും അതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റിന് വരെ കാര്യം മനസ്സിലായി. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ള സമരം എന്ന രൂപത്തിൽ ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഓരോ ജില്ല പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ഈ കാര്യം ഒന്നും ബോധ്യപ്പെടുന്നില്ല എന്ന് ഒരു ആ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രൗണ്ടുകൾ പോലും ഈ കേരളത്തിൽ ഇല്ലാതെ പോയി. കോൺഗ്രസിന് ഒരു കാര്യം ബോധ്യപ്പെടുന്നില്ല എന്ന് ഒരു വശത്ത് പറയുക, കോൺഗ്രസ് MP മാർ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടുന്നില്ല എന്ന് അവിടുന്ന് ധനകാര്യമന്ത്രി പറയുക. ഇപ്പോൾ താങ്കൾ പറയുന്നു MP മാർക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ് കാര്യം ബോധ്യപ്പെടാത്തതെന്ന്. ഇതിലൊരു ഒരു ഒരുമിച്ചുള്ള ഒരു അഭിപ്രായം പറയൂ. അല്ല, ഒരുമിച്ചുള്ള അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞു, 2 MP മാർ ചെയ്ത കാര്യം നവകേരള സദസ്സ് തുടങ്ങുന്നത് വരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ സാമ്പത്തിക ഉപരോധത്തിനെതിരെ, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ, ഈ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചയായ രാഷ്ട്രീയം കളിക്കെതിരെ ഒരു പ്രതികരണം പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നവകേരള സദസ്സ് 20 ദിവസം പിന്നിട്ടപ്പോഴാണ് തൃശൂർ MP അടിയന്തര പ്രമേയം, 21 ദിവസം പിന്നിട്ടപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രമേയം, 24 ദിവസം നവകേരള സദസ്സ് പിന്നിട്ടപ്പോഴാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പരസ്യമായിട്ടുള്ള പ്രസ്താവന. ഇത് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ നവകേരള സദസ്സ് ശരിക്കും ജനങ്ങൾ അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. കോൺഗ്രസിന് മനംമാറ്റം വരുന്നു, പല സർവേകളും പുറത്തു വരുന്നു, ആ സർവേകളിൽ ഗവൺമെന്റിനുള്ള പിന്തുണ പുറത്തു വരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് നയം മാറ്റാതിരിക്കാൻ പറ്റില്ല. ഒരു സംശയം, അന്യായമായ സമരമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, അന്യായമായ സമരവുമായി ഈ യൂത്ത് കോൺഗ്രസ് ഇറങ്ങുകയാണ്, കരിങ്കൊടിയുമായി ഇറങ്ങിയാണ്. ഈ രൂപത്തിൽ തല്ലിച്ചതയ്ക്കുകയാണ് വേണ്ടത്. 2 കാലുമില്ലാത്ത ഒരാളെയാണ് ഇന്നലെ തല്ലിച്ചതച്ചത്. താങ്കൾ കണ്ടില്ലേ? ഇതിൽ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? അതെ, സ്ഥിരമായി ഈ കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഓരോ ജില്ലയിലും പ്രതിഷേധമുണ്ടല്ലോ, ഓരോ ജില്ലയിലും കരിങ്കൊടി പ്രതിഷേധമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഇതാ കറുത്ത ബലൂൺ പറപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അവരുടെ പ്രതിഷേധം അവർ അങ്ങേ അറ്റം വരെ തുടരുമെന്ന് പറയുന്നു. അതിനെ വെല്ലുവിളിക്കാൻ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിക്കാൻ ആരാണ് അധികാരം കൊടുക്കുന്നത്? അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആരാണ് മൗനം അവലംബിക്കുന്നത്? മറുപടി വേണ്ടേ? എങ്ങനെയാണ് ഒരു ഗൺമാൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അരുൺ, അതിനെക്കുറിച്ച് അവ്യക്തതയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ താങ്കൾക്ക് പറ്റാഞ്ഞിട്ടല്ല, താങ്കൾ അത് പറയാഞ്ഞിട്ടാണ്. ചെയ്യുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും അതിനോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ശ്രീ അരുൺകുമാർ? ഈ പ്രതിഷേധം എന്നുള്ളതിന്റെ രൂപവും ഭാവവും തീരുമാനിക്കേണ്ടത് അതേ പാർട്ടിയും മുന്നണിയും തന്നെയാണ്. അവർക്ക് പ്രതിഷേധിക്കാം. അത് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണെങ്കിൽ അങ്ങ് പോട്ടെ. നിങ്ങളുടെ കരിങ്കൊടി നല്ലത്, പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി മോശം എന്ന രീതിയിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? കരിങ്കൊടി സമരത്തിൽ എന്താണ് വ്യത്യാസം? അത്തരം വാചകങ്ങളൊക്കെ കയ്യിലിരുന്നാൽ അല്ലല്ല, കയ്യിലൊന്നും ഇരിക്കില്ല. ഞാൻ പറയാനുള്ളത് പറയുവാ. അല്ലല്ല, കരിങ്കൊടി സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് 2 രൂപത്തിൽ വ്യാഖ്യാനിക്കുക? മുന്നോട്ട് വെച്ചല്ല, ഞാൻ പറയട്ടെ, 2 രൂപത്തിലല്ല. ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിൽ കരിങ്കൊടി കാണിച്ചു. എത്രയോ SFI പ്രവർത്തകർക്ക് പരിക്കേറ്റു, പോലീസുകാർ മർദ്ദിച്ചു, പോലീസുകാർ പിടിച്ചു മാറ്റി, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുമ്പോ പൂമാല കിട്ടില്ല സ്മൃതി, ചിലപ്പോ തല്ല് കിട്ടും, ചിലപ്പോ അതിനപ്പുറത്തേക്ക് പോകും, ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോയി വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. ഈ കേരളത്തിലെ സബ് ജയിലുകളും സെൻട്രൽ ജയിലുകളും എടുത്ത് നോക്കിയേ, അവിടെ കിടന്നവരുടെ പേരെടുത്ത് നോക്കിയേ, ഞങ്ങളുടെയൊക്കെ പേരുണ്ടാവും. പക്ഷെ അങ്ങ് ചെല്ലുമ്പോ എന്നും പൂമാല കിട്ടും, എന്നും പൂമാല കിട്ടുമെന്ന രൂപത്തിൽ സമരത്തിന് പോകരുത്. അങ്ങനെയുള്ളവർ വീട്ടിലിരുന്നാൽ മതി. തലക്കടിച്ചവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അവരെ പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യും അല്ലേ? ജീവൻ രക്ഷാ പ്രവർത്തനമാണല്ലോ. അതെ, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം. സമാധാനപരമായി സമരം നടത്തിയാൽ ആരും അങ്ങോട്ട് ചെല്ലുന്ന പോലും ഇല്ലല്ലോ, അവർക്ക് പ്രതിഷേധിക്കാം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുക, നാളെ മുതൽ എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ ഷൂ എറിയുമെന്ന് പ്രഖ്യാപിക്കുക,
ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ആ ഷൂ എറിയൽ പിൻവലിച്ചു എന്ന് പറയുക, എന്നിരുന്നാലും പിന്നെയും വാഹനത്തെ ആക്രമിക്കുക, അത്തരത്തിൽ ആക്രമണ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഇത്രയും കരിങ്കൊടി കാണിക്കുന്നവരെ മുഖ്യമന്ത്രി ടാറ്റ കാണിച്ചേ ഉള്ളൂ, ഒരാളെയും മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യും. അതുപോലെയാണോ ഗവർണർ ചെയ്തത്? ഗവർണർ ആ വാഹനം നിർത്തി പുറത്തിറങ്ങുകയും ഗൺമാന്റെ ഡ്യൂട്ടിയാണോ ചെയ്തത്? ഗൺമാന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഗൺമാൻമാർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറിൽ ഏത് പ്രൊസീജിയറാണ് തെറ്റ് എന്ന് സ്മൃതി എന്നെ വായിച്ച് കേൾപ്പിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. എന്റെ മുന്നിൽ ആ പ്രൊസീഡിംഗ്സ് ഉണ്ട്. ആ പ്രൊസീഡിംഗ്സിൽ ഒരു ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പമായിരുന്നില്ല, മറ്റൊരു വാഹനത്തിലായിരുന്നു. ഗൺമാന്റെ കയ്യിൽ പിസ്റ്റൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. ഗൺമാൻ ആ പിസ്റ്റൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ. പക്ഷെ എന്താണ് അദ്ദേഹം ചെയ്തത്? എന്താണ് ലാത്തി കൊണ്ട് ഏത് രൂപത്തിലാണ് ഉപദ്രവിച്ചത്? അങ്ങനെ ചെയ്യാൻ ഗൺമാൻ അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ വിശദീകരിക്കൂ. ലാത്തി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട മര്യാദയും മാനദണ്ഡവും പാലിച്ചിട്ടുണ്ട്. ഗൺമാൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ പോകണമെന്നില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ഗൺമാൻ ഉണ്ടായിരുന്നു. അവിടെ ആ വാഹനത്തിന്റെ മുന്നിലേക്കും ഇവർ ചാടുമെന്ന് ഉറപ്പായപ്പോഴാണ് പ്രതികരിച്ചത്. നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രൊസീജിയർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ സ്മൃതി പറഞ്ഞോ, ഞാൻ അതിന് കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ബുക്കിൽ പറയുന്നത് അങ്ങനെയല്ലെന്നേ. ഇനി ഇവിടെ വേറെ ബ്ലൂ ബുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് വായിച്ചു കേൾപ്പിച്ചെന്നാൽ. അല്ല, ബ്ലൂ ബുക്കിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ പറയുകയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് പോകേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് പോകേണ്ടത്. അത് താങ്കൾ പറഞ്ഞോ? താങ്കൾ അത് അല്ല, താങ്കൾക്ക് അതിനെ ഖണ്ഡിക്കാമെങ്കിൽ പറയൂ. താങ്കൾക്ക് ഖണ്ഡിക്കാമെങ്കിൽ പറയൂ. തന്നെയാണ് യാത്ര ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഗൺമാൻ യാത്ര ചെയ്തത്. വേറെ വാഹനത്തിലാണ്, പുറകിലുള്ള വാഹനത്തിലായിരുന്നു. അല്ല, അതെ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള കിയ വണ്ടിയിൽ തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അങ്ങനെയല്ലോ. മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ചുമതല എന്താണ്? മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ചുമതല. അപ്പോൾ കൂടെയാണ് ഉണ്ടാകേണ്ടത്. കൂടെയല്ല ഉണ്ടായിരുന്നത്. വേറൊരു വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടാണ് ആക്രമിക്കുന്നത്. കൂടെ തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ആ കൂടെ തന്നെ താങ്കൾ എന്ത് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചതിലെ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചതിലെ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. അത് ഞാൻ എഴുതി വെച്ചിട്ടാണ് വായിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പ്രൊസീഡിങ്സ് നിങ്ങൾ വലിയ വലിച്ചുവാരി പറയണ്ടല്ലോ. 2-3 ദിവസമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് ഏതെങ്കിലും ഒരു വരി വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വരി ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. അതിൽ ഞാൻ പറയാം അതിന് മറുപടി. ഒരു VIP സഞ്ചരിക്കുന്നിടത്ത് എല്ലാം ഒപ്പം ഉണ്ടാകണം, കൂടെ ഉണ്ടാകണം. കയ്യിൽ കരുതേണ്ടത് പിസ്റ്റളാണ്, ലാത്തിയല്ല. ഏത് സർക്കുലർ, ഏത് സെക്ഷൻ, അതിൽ ഏത് ആർട്ടിക്കിൾ, ഏത് വാചകം ഒന്ന് വായിച്ചു താങ്കൾക്ക് അത് നിഷേധിക്കാമെങ്കിൽ അരുൺ അത് വായിച്ചു പറഞ്ഞു. അങ്ങനെ വേണ്ട, പിസ്റ്റൾ ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. താങ്കൾ വായിക്കൂ. ഒന്നും നിഷേധിച്ചിട്ടില്ല. ഇല്ല ഡോക്ടർ, അല്ല അഡ്വക്കേറ്റ് അരുൺ കുമാർ, അതൊന്ന് വായിക്കൂ. പിസ്റ്റൾ കയ്യിൽ വെക്കാമെന്നുള്ളത് എഴുതിയത് വായിച്ചു തരൂ. അല്ല താങ്കളൊന്ന് അത് വായിച്ചു തരൂ. അല്ല സ്മൃതി, എന്തിനാണ് പിസ്റ്റൽ ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവിടെ പിസ്റ്റലൊക്കെ ഉപയോഗിക്കണമായിരുന്നു. അതായത് നിയമവിരുദ്ധമായി ഒന്നും ലാത്തി ഉപയോഗിക്കാൻ പാടില്ല. ഗൺമാൻ ലാത്തി ഉപയോഗിക്കാൻ പാടില്ല. അവിടെ പോലീസ് ഉണ്ട്. പിസ്റ്റൽ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ. അത് പുറത്തേക്ക് വന്നല്ലോ, ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് കേട്ടല്ലോ. ഗൺമാൻ അവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. ശ്രീ അരുൺ കുമാർ, ഗൺമാന് അവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗവർണറുടെ കൂടെ നിൽക്കുന്ന ഗൺമാൻ SFI പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ താങ്കൾ ഇതേ നിലപാടെടുക്കുമോ? ഓരോ വിഷയം വരുമ്പോഴും ആ വിഷയത്തിൽ അധിഷ്ഠിതമായി തരും. SFI സമരം നടത്തുമ്പോൾ ആ ഗവർണർ പുറത്തേക്ക്, ഞാൻ പറയാം, SFI സമരം നടത്തുമ്പോൾ ഗവർണർ പുറത്തിറങ്ങിയതും അവിടെ ആളുകളെ വെല്ലുവിളിച്ചതും അതുപോലെ തന്നെ ചുറ്റും വാഹനം സ്റ്റോപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നതും നിയമപരമായിട്ടുള്ള തെറ്റാണ്. Z കാറ്റഗറിയുള്ള സുരക്ഷയുള്ള ഒരാൾ ഒരു ഘട്ടത്തിൽ പോലും എത്ര അപകടകരമായ സാഹചര്യം ഉണ്ടായാലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അത് തെറ്റ് ചെയ്തത് നിങ്ങൾ ആരും കണ്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയും കരികൂടി കാണിച്ചു, മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ, അവർക്ക് ടാറ്റ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ പ്രൊസീജിയർ ആയിട്ടുള്ള തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കേന്ദ്രത്തിന് വരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അന്വേഷണം നടന്നോട്ടെ. ഏതെങ്കിലും പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടോ, ഇല്ലീഗാലിറ്റി ഉണ്ടോ, നടപടി സ്വീകരിച്ചോട്ടെ, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയം ഇവിടെ ചാൻസലർ എന്ന രൂപത്തിൽ സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തിന്
അതിനെതിരെ ഉയർന്നു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അതിശക്തമായിട്ടുള്ള രണ്ട് പോരാട്ടമാണ്. വിഷയമുണ്ട്, രണ്ട് അതിനെ വിഷയമുണ്ട്. ഡൈവേർട്ട് ചെയ്യാൻ രണ്ടിടത്തും മറ്റു പാനലിസ്റ്റുകൾ ഇങ്ങനെ ആഞ്ഞു ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ താങ്കൾ തന്നെയാണ് അതിലേക്ക് പോകല്ലേ? സമരത്തിലുള്ളത്. ശ്രീ പത്മനാഭൻ, രണ്ട് സമരങ്ങൾ താങ്കളും കാണുന്നുണ്ടല്ലോ, BJPയും കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ SFI സമരം നടത്തുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ, അപ്പുറത്ത് KSUയും യൂത്ത് കോൺഗ്രസും സമരം നടത്തുമ്പോൾ അവരോടുള്ള സർക്കാരിന്റെ പ്രതികരണം, എങ്ങനെയാണ് അതിനെ BJP കാണുന്നത്? ഞാൻ അതിന് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം പറയാം. നന്ദിഗ്രാമിൽ എന്താ സംഭവിച്ചത്? നന്ദിഗ്രാമിൽ 14 കൃഷിക്കാരെ വെടിവെച്ച് കൊന്നു. നിരവധി കൃഷിക്കാരുടെ വീട്ടിലെ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി. ആരാ ചെയ്തതെന്നറിയോ? പോലീസുകാരും CPM കാഡറും. ഇവർ തോളോട് തോള് ചേർന്നിട്ടാണ് വെടിവെച്ച് കൊന്നത്. ബലാത്സംഗ ആരോപണം പോലീസിനെതിരെയില്ല, CPMനെതിരേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? പോലീസുകാർ സർവീസ് തോക്ക് ഉപയോഗിച്ചിട്ടും CPMമാർ നാടൻ തോക്ക് ഉപയോഗിച്ചിട്ടുമാണ് കൃഷിക്കാരെ നേരിട്ടത്. അതിൻ്റെ അനന്തരഫലം എന്താ ഉണ്ടായത്? പച്ചയായ നുണയാണോ എന്നുള്ളത് CBI കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവസാനം? അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലൊരു പോലീസില്ലേ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനും ഗവർണറെ സംരക്ഷിക്കാനും ഒക്കെ? ആ പണി വേറെ ആരെങ്കിലും ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? കൂടെ പോകുന്ന DYFIക്കാർ തല്ലുന്നുണ്ടല്ലോ, ഈ ഗവൺമെൻറ് തല്ലുന്നത് അവിടെ നിൽക്കട്ടെ, അതിന് നിയമമുണ്ട്, അയാളെ നിയമം നോക്കിക്കോളും. അയാളുടെ ഭാഗത്ത് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിയമം നോക്കും, അല്ലെങ്കിൽ നമുക്ക് കോടതി പോവാം. ഈ DYFIക്കാർ എന്തിനാ പിന്നാലെ പോയി തല്ലുന്നത്? ആരോ ആയിക്കോട്ടെ, ഒരു കരിങ്കൊടി കാണിച്ചാൽ പിന്നാലെ പോയി തല്ലേണ്ട ആവശ്യമുണ്ടോ? അതപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസിന് ശേഷിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അതാണോ അർത്ഥം? ദാറ്റ് ദി പോലീസ് ഓഫ് കേരള ഈസ് നോട്ട് എന്താ പറയുക എഫിഷ്യൻറ്റ് ഇനഫ് ടു പ്രൊട്ടക്ട് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അവർ ചെയ്തോളുന്ന്. അവരെ കൂട്ടത്തിൽ ആരെങ്കിലും പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്നലെ ഈ വിഷയവുമായി ഞാൻ റിട്ടയർഡ് SP ആയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാൻഡ് ബുക്ക് ഉണ്ട്, ഗൺമാന് ഹാൻഡ് ബുക്ക് ഉണ്ട്, ഗൺമാൻ ആരുടെ പിന്നാലെ ഓടാൻ പാടില്ല. അയാൾ പിന്നാലെ ഓടാൻ പോയ നേരത്ത് വേറൊരാൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചാലോ? അപ്പോൾ ആര് പ്രൊട്ടക്ട് ചെയ്യും? അപ്പോൾ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ നിൽക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ആരെങ്കിലും അങ്ങോട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിസ്റ്റളുണ്ട്, ഉപയോഗിക്കാം. അദ്ദേഹം അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ രാത്രി കടം വാങ്ങിയിട്ട് പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. കാരണം ഓടുന്ന സമയത്താണ് ഇവിടെ അക്രമം നടന്നെങ്കിൽ ആര് പ്രൊട്ടക്ട് ചെയ്യും? അപ്പോൾ അതൊക്കെ പ്രൊസീജിയർ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോട് റിട്ടയർഡ് SP, ഞാൻ ഈ ബ്ലൂ ബുക്ക് വായിച്ചിട്ടില്ല, അദ്ദേഹം ആ ബ്ലൂ ബുക്ക് വായിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് വിശദീകരിച്ച് തന്നു. ബ്ലൂ ബുക്ക് നമുക്ക് സാധാരണക്കാരന് കിട്ടില്ല, കാരണം അത് അവരുടെ കൈവശമുള്ള സാധനമാണ്. ഇനി പത്രക്കാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഏതായാലും കിട്ടാനുള്ള സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസ് നോയിക്കോട്ടെ. കേരള പോലീസിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നിയമപരമായി നടപടിയെടുക്കാം. അതുകൊണ്ട് ഞാനെന്താ പറയുന്നത് വെച്ചാൽ സമരമൊക്കെ ചെയ്യണം, സമരം ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ സമരം ചെയ്യുന്ന ആളുകൾ ഒക്കെ കുറച്ചുകൂടിയൊക്കെ മര്യാദ പാലിക്കുക, അവർ കുറച്ചും കൂടിയൊക്കെ പക്വത പാലിക്കുക. അത് എല്ലാവർക്കും ബാധകമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാധകമാണ്. നമുക്കൊരു പക്വമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാം. ഇന്ത്യയിൽ കേരളം മാത്രമൊന്നല്ല ഒരു സംസ്ഥാനം ഉള്ളത്, എല്ലാ സംസ്ഥാനത്തും ഗവർണർമാരുണ്ട്, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പല സംസ്ഥാനത്തും പറഞ്ഞതുപോലെ ശ്രീ പത്മനാഭൻ, ഗവർണർ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഗവർണർ ഇപ്പോൾ വെല്ലുവിളിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിച്ചതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്വകാര്യ പരിപാടികൾക്കാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ താമസിക്കുമെന്നുള്ള വെല്ലുവിളി, അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം ചാൻസലർ അല്ലേ? അദ്ദേഹത്തിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ റെസ്റ്റ് ഹൗസിൽ താമസിച്ചൂടെ? അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ SFIക്കാരുടെ പ്രകോപനവും അദ്ദേഹത്തിന് അതിന് ഒരു കാരണമായിട്ടുണ്ടാവും. അത് ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല ആ വിഷയത്തിൽ. അദ്ദേഹത്തിന് ഒരു വാശി അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഏത് റെസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിന് താമസിക്കാം. ഹീസ് ദി ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. അത് ഇവർക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുമില്ല, ഇട്ടിപ്പോൾ സാധിക്കാൻ പോകുന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സുപ്രീം കോടതി ഇപ്പോൾ പ്രസിഡന്റ് സമയത്തിന് ഒപ്പിട്ട് തന്നിട്ടില്ല പറഞ്ഞിട്ട് അവിടെ കാണാം. അതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ വാശി കാണിച്ചിട്ടുണ്ടാവും, ഞാനും സമ്മതിക്കുന്നു, അദ്ദേഹം ഒരു വാശി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനതാണ് പറയുന്നത്, നമ്മളൊക്കെ പക്വമായി. ഞാൻ ചോദിക്കട്ടെ, പശ്ചിമ ബംഗാളിലും കേരളത്തിലും അല്ലാണ്ട് ഭരിക്കുന്ന പാർട്ടി ഇങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ നിൽക്കട്ടെ, നിങ്ങൾ ബഹളം വെക്കല്ല. പശ്ചിമ ബംഗാളിലും കേരളത്തിലുമാണ് ഈ ഗവർണർമാരും ഈ സംസ്ഥാന സർക്കാരും അവരുടെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ഒരു തെരുവ് യുദ്ധത്തിൻ്റെ മോഡലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ബംഗാളിലുണ്ട്, കേരളത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനമുണ്ട്? ഇവിടെ കർണാടകയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ഗവർണറായിട്ട്, ഹിമാചലിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. നേരത്തെ കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ തെരുവ് യുദ്ധം പോലെ ആയിട്ടുണ്ടോ? അപ്പൊ ഇത് എന്തൊരു കഷ്ടമാണെന്ന്. ഈ ഇവിടെ നാരായണ സ്വാമി ആയിട്ട് കേന്ദ്രത്തിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള
ഞാൻ സ്മൃതി ബാധിച്ചിട്ടൊന്നും നരേന്ദ്രമോദിന്റെ അടുത്ത് നിന്നൊന്നും ആർക്കും ഒന്നും കിട്ടില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിനൊന്ന് അതൊന്നും പറഞ്ഞു കൊടുക്കൂ. നോക്കിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്ന. അറിയാലോ ഇവിടത്തെ രാഷ്ട്രീയ ധൻഖറിന് എങ്ങനെയാണ്? ഇവിടത്തെ ധൻഖറിന് എങ്ങനെയാണ് കിട്ടിയത്? ധൻഖറിന് എങ്ങനെ കിട്ടി ഉപരാഷ്ട്രപതി? പറയട്ടെ പത്രപ്രവർത്തകരിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഞാൻ ചോദ്യം കേട്ടു, ആ ചോദ്യം ഞാൻ കേട്ടു, ആവർത്തിക്കണ്ട. ഞാൻ പറയാം, ഈ ഇന്ത്യയിൽ ഏതെങ്കിലും പത്രക്കാർക്ക് രാംനാഥ് കോവിന്ദ് ആയിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് പ്രവചിക്കാൻ സാധിച്ചോ? ഇന്ത്യയിൽ ഏതെങ്കിലും പത്രക്കാരന് ദ്രൗപദി മുർമു ആയിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് പ്രവചിക്കാൻ സാധിച്ചോ? ഏതെങ്കിലും പത്രക്കാരൻ വെങ്കയ്യ നായിഡുവിന്റെ പേര് മുൻകൂട്ടി പറഞ്ഞു? ഏതെങ്കിലും പത്രപ്രവർത്തകൻ ജഗദീപ് നിൽക്കൂ നിങ്ങൾ ബഹളം വെക്കണ്ട. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അത് ആരും പോയിട്ട് അവിടെ പോയിട്ട് നല്ല പിള്ള ചമഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ ചെയ്താലൊന്നും കിട്ടൂല. അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനങ്ങളൊക്കെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന, അതായത് BJPയോട് അടുത്ത് നിൽക്കുന്ന അർണബ് ഗോസ്വാമിക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത നിയമങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും പറയണ്ട, അതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ ഉറച്ചു നിൽക്കുന്നു, പക്വമായ രീതിയിൽ എല്ലാവരും പെരുമാറണം. ഇത് പക്വമായൊരു ജനാധിപത്യമാണ്. ഈ രീതിയിലല്ല നമ്മൾ പെരുമാറേണ്ടതെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ശ്രീ പത്മനാഭൻ, ഇത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല, സംസ്ഥാന BJPയുടെ അഭിപ്രായമാണ് എന്ന് തന്നെ ഞാൻ കരുതട്ടെ? നിങ്ങൾ എങ്ങനെ കരുതിയാലും എനിക്ക് വിരോധമില്ല. പിന്നെന്താ? അപ്പൊ ഗവർണറുടെ ദുർവ്യാഖ്യാനൊന്നും വേണ്ട. ഗവർണറുടെ ഇത്തരം പ്രതികരണങ്ങൾ, പ്രകോപനപരമായ പ്രതികരണങ്ങൾ, അതിനോട് സംസ്ഥാന BJP യോജിക്കുന്നില്ല അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പക്വമായ രീതിയിൽ എല്ലാവരും പെരുമാറണം എന്നാണ്. എല്ലാവരും അങ്ങനെ എല്ലാവരും നന്നായി പെരുമാറുന്ന നന്മയുള്ള ലോകം. ശരി ശരി ശരി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ എൻ ശ്രീകുമാർ, അതെ ജനാധിപത്യത്തിലെ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടിയൊക്കെ നമുക്ക് പക്വമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ എൻ ശ്രീകുമാർ, നാളെ ഇതിന്റെ തുടർച്ച എല്ലാവർക്കും ബാധകം, മുഖ്യമന്ത്രിക്കും പ്രതീക്ഷിക്കാം. ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും ശ്രീ എൻ ശ്രീകുമാർ? അല്ല, ഗവർണറോട് പാർട്ടി എങ്ങനെയാണോ, മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ ഗവർണറോട് സമീപനം കൈക്കൊള്ളുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കൂ, നവകേരള സദസ്സ് നടത്തുന്നതിനിടയ്ക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു സദസ്സിനെ ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവർ തള്ളിക്കളയും. അത് തള്ളിക്കളഞ്ഞതിന് മറ്റുള്ളവരോട് കുതിരേറിയിട്ട് എന്താ കാര്യം? ഗവർണറോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം ഈ ഭരണ പാർട്ടിയും തീരുമാനിക്കണം. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്മാർ? അരുൺകുമാർ ഒന്ന് മിണ്ടായിരിക്കും, ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടു. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ഒരു മാധ്യമ പ്രവർത്തകർ 42 വർഷം പരിചയമുള്ള മാധ്യമ പ്രവർത്തകരാണ്. മാധ്യമ പ്രവർത്തകർ കോൺഗ്രസ് ആയിക്കൂടെ? നിങ്ങൾ മിണ്ടാതിരിക്കേ. എന്റെ സ്മൃതി, എന്തിനാണ് ഇതേ ഇങ്ങനെ? ഇതാണ് പ്രശ്നം. നിങ്ങൾ മിണ്ടാതിരിക്കേ. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അല്ലല്ല, അതെ സ്മൃതി, അല്ല, അതായത് നമ്മുടെ ഇപ്പൊ എന്താ അറിയോ, അശ്ലീലം ആയുധമാക്കുക, നുണയെ ആയുധമാക്കുക, തർക്കുത്തരം ആയുധമാക്കുക, ഇതൊക്കെയാണ് CPMന്റെ പണി. ഈ മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിൽ, ഇന്ന് നടത്തിയ പത്രസമ്മേളനം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്താ ധരിക്കേണ്ടത്? അപ്പം നമ്മളെ വെറും വിഡ്ഢികളാക്കുകയല്ലേ? ഇത് നമ്മൾ സഹിക്കുന്നു, പോട്ടെ. ഇനി ഈ ചോക്ലേറ്റ് ബസ് 2 ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുമില്ലേ? അത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ ചെല്ലണം. സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ അവിടെ പണം ഉണ്ടാവില്ല. എങ്ങനെങ്കിലും കേന്ദ്രത്തെ ഇടപെടുത്തി ഇത് പിരിച്ചുവിടാൻ പറ്റുമോ എന്നൊരു ചിന്ത ഇപ്പൊ CPM ഭരിക്കണമെങ്കിൽ ഖജനാവ് കാലി. ഒരു കാര്യം, എന്റെ അരുൺകുമാർ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾ എന്തിനാ ഈ ചെലക്കുന്ന? നിങ്ങൾ മിണ്ടാതിരിക്കും, നിങ്ങളുടെ അഭിഭാഷകനല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. പറയൂ, ഞാൻ മാധ്യമ പ്രവർത്തകനാണോ അല്ലോ നിങ്ങളെല്ലാം തീരുമാനിക്കുക. അല്ല, ഞാൻ പറയട്ടെ. അതായത് ഈ ബസ് വലിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചാൽ സെക്രട്ടേറിയറ്റ് പോകണം. അവിടെ ഖജനാവ് കാലിയാണെന്ന് ചീഫ് സെക്രട്ടറി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗവർണർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭരണത്തിനെതിരായ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പാർട്ടിക്ക് ആഗ്രഹമില്ല എന്ന് നമുക്ക് കരുതാനാകുമോ? കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഗവർണർക്കെതിരെ ഇങ്ങനെ പോരടിച്ചിറക്കേണ്ട കാര്യമില്ല. കാരണം ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ അധികാര സ്ഥാപനമാണ്. ഇല്ല, ഇവർ പറയട്ടെ ഗവർണറെ മാറ്റണം എന്ന് പറയട്ടെ. ഇവര് ഈ പാർട്ടിക്ക് പറഞ്ഞില്ല, മുഖ്യമന്ത്രി അതായത് ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവകലാശാലകളുടെ സമരമില്ല എന്ന് സമരമില്ല എന്ന് അരുൺകുമാറിന്റെ
അരുൺകുമാർ, അല്ലല്ല, നിങ്ങൾ ഈ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു? ജനങ്ങളെ അരുൺകുമാരെ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ബഹളം വെച്ച് അവസാനം സർവകലാശാലകളെ DYFI കാവ്യവൽക്കരിക്കുന്ന നിങ്ങൾ ചാൻസലർക്കെതിരായിട്ടാണ് ഈ മിണ്ടാതെ സമരം. ഇരിക്കൂ, ശരി, ശരി, വ്യക്തമായി അരുൺ, ചാൻസലർക്കെതിരായിട്ടാണ്. വ്യക്തമായി. ചാൻസലർക്കെതിരായിട്ട് അരുൺ നിങ്ങൾ ഇപ്പോഴും വ്യക്തമായി, ഗവർണർ അരുൺ ഗവർണർ വ്യക്തമായി ഒന്ന് അദ്ദേഹം പൂർത്തിയാക്കട്ടെ, എന്റെ സമയം കഴിയാണ്. ഈ അരുൺകുമാറിന്റെ ശരി, ശ്രീകുമാർ അതായത് പൂർത്തിയാക്കും. ഈ അരുൺകുമാറിന്റെ അസഹിഷ്ണുത എന്ന് പറയുന്നത് പാർട്ടിയുടെ അസഹിഷ്ണുതയാണ്. ഈ അരുൺകുമാറിന്റെ അസഹിഷ്ണുത എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ അസഹിഷ്ണുത. ഇന്ന് ഗോവിന്ദ മാഷ് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്താണ് ഇന്റർവ്യൂ എന്നറിയാവോ? ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തരം. നിങ്ങൾ രാജസ്ഥാനിൽ 2 തോറ്റില്ലേ? തോറ്റു. അതിനെന്താ? ഇങ്ങനെ എല്ലാ തർക്കുത്തരം എന്ന് വെച്ചാൽ അതിലേക്ക് എത്തുകയാണ് അവര്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നിഷേധാത്മകമായി ഉത്തരം നൽകിക്കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതാണ് ഇത് സംഭവിച്ചത്. അതായത് ഒരു ഭരണതലത്തിൽ പരാജയം സംഭവിച്ചാൽ, ആഭ്യന്തര രംഗം പരാജയം സംഭവിച്ചാൽ, അവിടെ പോലീസുകാർ അധികാരം കൈയാളുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ശരി. ഒരു ഗൺമാൻ ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രിക്കാൻ ഒരു ഗൺമാന് പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആ ഗൺമാനെ 24 മണിക്കൂറിനകം ചോദ്യം ചോദിക്കാൻ നടപടി എടുക്കേണ്ട DGP. എന്താണ് ഈ നാട്ടിൽ കാണുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിൽ നാളെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷെ സർക്കാർ അപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നവകേരള സദസ്സ് പരാജയപ്പെട്ടതിന് ജനങ്ങളുടെ മേൽ കുതിര കയറുന്നു. ശരി, ശ്രീകുമാർ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ KS അരുൺകുമാർ, VP ശ്രീ പത്മനാഭൻ. ആര് ആത്മപരിശോധന നടത്തും, ആര് തിരുത്തൽ നടത്തുമെന്ന് നമുക്ക് നോക്കാം. വെല്ലുവിളി തുടരുമെന്നുള്ളതും നാളെ അറിയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.